السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, കുറഞ്ഞ കാലങ്ങളെ കൊണ്ട് കേരളത്തിനകത്തും പുറത്തുമുള്ള സുന്നി മനസ്സുകളിൽ ഇടം പിടിച്ച അറിവിൻ നിലാവ് എന്ന പ്രോഗ്രാം, അതുപോലെ തന്നെ സഫ്വാൻ സഖാഫി, ഇതിനെക്കുറിച്ച് ചില വിഷയങ്ങളൊക്കെ മുൻ വീഡിയോകളിൽ നാം പ്രതിപാദിച്ചു. നമുക്ക് അറിവിൻ നിലാവും സഫ്വാൻ സഖാഫിയും പണ്ഡിതന്മാരെയും ഉസ്താദിനെയും ധിക്കരിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ അത് വകവെച്ചു കൊടുക്കാൻ മുസ്ലിം സുന്നി മനസ്സുകൾക്ക് കഴിയില്ല. തീർച്ചയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും നാം അതിന് പിന്തുണ കൊടുക്കാനും പാടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇനി നേരെ മറിച്ച് അറിവും നിലാവും സഫ്വാൻ സഖാഫിയും നിരപരാധിയാണെങ്കിൽ ഒരിക്കലും തന്നെ പൊതുസമൂഹത്തിൽ താറടിക്കുന്ന നിലക്കുള്ള പ്രചരണങ്ങൾ നടക്കാനും പാടില്ല എന്നുള്ളതാണ് തീർത്തും ന്യായമായ പക്ഷത്താണ് നാം നിൽക്കേണ്ടത്. തീർച്ചയാണ്. പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമുക്ക് നിർബന്ധമായിട്ടും പറയേണ്ടി വന്ന ചില സന്ദർഭങ്ങളുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ കൂടുതൽ തെളിവുകൾ നമ്മളിലേക്ക് കിട്ടുമ്പോൾ അത് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കുകയും കൂടുതൽ തെളിവുകളും ഒന്നാകെ സോഷ്യൽ മീഡിയയിൽ വരികയും ഓരോരോ കാതുകളിലും എത്തിയ സ്ഥിതിക്ക് അതിനെ സംബന്ധിച്ച് കൂടുതൽ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ഒരു ദൗത്യമായി മാറിയിരിക്കുകയാണ്. കാരണം നമുക്ക് ഓരോരുത്തർക്കും അതെന്താണ് സത്യം, സഫ്വാൻ സഖാഫി നിരപരാധിയാണോ അപരാധിയാണോ, തീർത്തും സഫ്വാൻ സഖാഫി കുറ്റക്കാരനാണോ അല്ലയോ, കുറ്റക്കാരനാണെങ്കിൽ ഒരിക്കലും അദ്ദേഹം രക്ഷപ്പെടാൻ പാടില്ല. ഇനി മേലിൽ അറിവിൻ നിലാവ് നടത്താനും പാടില്ല. ആത്മീയ ചൂഷണം തന്നെ പാടില്ല. പക്ഷേ നേരെ തിരിച്ച് അദ്ദേഹം നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തെ പറഞ്ഞിരിക്കുന്ന ഓരോരോ നാവും അദ്ദേഹത്തെ പറഞ്ഞിരിക്കുന്ന ഓരോരോ ആളുകളും പടച്ച റബ്ബിന്റെ മുമ്പിൽ വലിയ കുറ്റക്കാരായി മാറുകയാണ്. ഒരിക്കലും പൊറുക്കാനാവാത്ത ശിക്ഷയാണ് വ്യഭിചാരാരോപണം പറയുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ തന്നെ അതിന്റെ കൂടുതൽ തെളിവുകളിലേക്ക് ഞാൻ ആയിന്നിറങ്ങിച്ചു. അങ്ങനെ കുറെ തെളിവുകൾ എന്റെ കയ്യിലേക്ക് കിട്ടി. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് ഈ വിഷയം പറയുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ വില്ലൻ ആരാണ്, നായകൻ ആരാണ്? ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കുറച്ചുകൂടെ പഴയ ഒരു കാലത്തേക്ക് ക്ഷണിക്കുകയാണ്. അറിവിൻ നിലാവിന്റെ ഓഫീസിന്റെ വാഹനം ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു. പല ആളുകൾക്കും അതിൽ ചെറിയ അപകടങ്ങളും പരിക്കുകളൊക്കെ പറ്റി. ആ സമയത്ത് സഫ്വാൻ സഖാഫിയുടെ മൊബൈൽ തന്റെ വിശ്വസ്ത കൂട്ടുകാരനായ ഫദ്ലുർ റഹ്മാനെ ഏൽപ്പിക്കുന്നുണ്ട്. ഈ ഫദ്ലുർ റഹ്മാൻ ഈ അറിവിൻ നിലാവിന്റെ ഓഫീസിലേക്ക് വരുന്ന പല സ്ത്രീകളുമായിട്ട് പരിചയപ്പെടുകയും അങ്ങനെ ഈ ആവശ്യത്തിന് വേണ്ടി വിളിക്കുന്നവരുടെ നമ്പർ സൂക്ഷിച്ചു വെച്ച് പല വൃത്തികേടുകളും മെസ്സേജ് ചെയ്യുകയും അതുപോലെ തന്നെ അവരുമായി വീഡിയോ കോൾ ചെയ്യുകയും മറ്റും ചെയ്യുന്നുണ്ട്. അതോടുകൂടെ ഈ സംഭവങ്ങളൊക്കെ സഫ്വാൻ സഖാഫിയുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് ചില പൊടിക്കൈകളും ചെയ്യുന്നുണ്ട്. സഫ്വാൻ സഖാഫിയുടെ മൊബൈലിൽ നിന്ന് മറ്റൊരു മൊബൈലിലേക്ക് മെസ്സേജ് പോകുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തില് വേറൊരു മയലില് ഒരു നമ്പറിൽ ഒരു പേര് സേവ് ചെയ്തിട്ട് ഒരു പെണ്ണിന്റെ ഫോട്ടോ വെച്ച് ആ പെണ്ണിന്റെ പേരും കൊടുത്തിട്ട് ഇവിടുന്ന് എന്തെങ്കിലും മെസ്സേജ് അങ്ങോട്ട് അയക്കുക, ആ മെസ്സേജ് ഇങ്ങോട്ട് അയക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? സഫ്വാൻ സഖാഫി ഒരു തെറ്റുകാരനാണ്, മോശപ്പെട്ട ആളാണ് എന്ന് തോന്നുന്ന രൂപത്തിൽ മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുക. അതുപോലെ തന്നെ മറ്റു പല സ്ത്രീകളുമായിട്ട് വീഡിയോ കോൾ ചെയ്യുക. അതിന്റെ പൂർണ്ണമായ തെളിവ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഈ വ്യക്തി പൂർണ്ണമായ നഗ്നമായിട്ട് വീഡിയോ കോൾ ചെയ്യുന്ന ആ വീഡിയോ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിന്റെ സ്ക്രീൻഷോട്ട് പോലും അതിപ്പോ വിടണ്ട എന്ന് പറഞ്ഞ് നിർദ്ദേശം ഉണ്ടായത് കൊണ്ട് അത് വിടുന്നില്ല. നമ്മളതിന് യോജിച്ചതുമല്ല.
ബ്ലറാക്കിയിട്ട് പോലും വിടാൻ പറ്റുമെന്ന് ആലോചിച്ചു. പക്ഷെ അതും യോജിക്കുന്ന അവസ്ഥയല്ല. പിന്നീട് ആവശ്യമാണെങ്കിൽ ബ്ലറാക്കിയിട്ടോ ഏതെങ്കിലും രൂപത്തിൽ ഇൻഷാ അല്ലാ നമുക്ക് നോക്കി ആലോചിച്ചിട്ട് ചെയ്യാം. ഇപ്പോ അതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. ആ ഒരു രൂപത്തിൽ അപകടപ്പെടുത്താൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ ഈ സഫ്വാൻ സഖാഫിയുടെ ഭാര്യയെയും കുട്ടിയെയും തട്ടിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് സഫ്വാൻ സഖാഫിയുടെ ഈ മെസ്സേജുകൾ, സഫ്വാൻ സഖാഫിയുടെ മൊബൈലിൽ ക്രിയേറ്റ് ചെയ്ത മെസ്സേജുകളെ അത് സഫ്വാൻ സഖാഫിയുടെ ഭാര്യയുടെ സഹോദരനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അതങ്ങോട്ട് കൈമാറുക. ഇങ്ങനത്തെ ആളാണ് സഫ്വാൻ എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരവസ്ഥയാണ് പിന്നീടുള്ളത്. അങ്ങനെ ഈ സഫ്വാൻ സഖാഫിയെ സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവൻ പറയുന്നത് അവളെ ഞാൻ കല്യാണം കഴിച്ചോളാം, ഞാൻ ഏറ്റെടുത്തോളാം ഭാര്യ കുട്ടിനി എന്നൊക്കെ പറഞ്ഞിട്ട് അളിയനോട് പറയുകയാണ്. സഫ്വാൻ സഖാഫിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അളിയനോട് പറയുന്ന വോയിസ് ഒന്ന് നിങ്ങൾ കേൾക്കുക. പിന്നെ കുഞ്ഞിപ്പ എങ്ങനെയെങ്കിലും ഇന്നതിന്ന് രക്ഷപ്പെടുത്തണം, മിന്നങ്ങൾ കൊടുക്കരുത് കേട്ടോ. അതായത് തെളിവുകളൊക്കെ നിങ്ങളിപ്പോൾ വിളിച്ച് നിങ്ങൾ അന്വേഷിക്കണ്ടല്ലോ. ഇനിയോടോട് തന്നെ നേരിട്ട് കണ്ട് ബന്ധത്തിൻ്റെ പേരിൽ നേരിട്ട് കണ്ട് ചെന്ന് അന്വേഷിച്ച് എല്ലാം കിട്ടുമല്ലോ. നാളെ പറയുകയാണെങ്കിൽ അപ്പൊക്കെ നമ്മൾ അറിഞ്ഞിക്കണം എങ്ങനെയൊക്കെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാം വാങ്ങാം. എന്നിട്ട് പഴയതുപോലെ ചികിത്സയും കാര്യങ്ങളൊന്നും ഇല്ലാതെ, ചികിത്സയും കാര്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ നടക്കും. അതൊന്നും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ പോവുക, ഇല്ലെങ്കിൽ അപ്പോൾ തൊലാക്കും കാര്യങ്ങളും ചിന്തിക്കുക. എന്നിട്ട് നമുക്കതിനനുസരിച്ച് നീങ്ങാം. അതല്ലേ നല്ലതല്ലേ? ഇൻഷാ അല്ലാ. തെളിവുകൾ അങ്ങനെ ആക്കണതല്ല, മറ്റേ ഞാനൊരു പ്രശ്നക്കാരനായി മാറൂലേ. പിന്നെ നിങ്ങൾ നന്നായി, കുടുംബങ്ങളൊക്കെ നന്നായി ഒക്കെ റാറ്റിലായൊക്കെ ഇതായാലും പിന്നെ ഞാനൊരു ഇതായി മാറുമല്ലോ. അപ്പോൾ തെളിവും കാര്യങ്ങളൊക്കെ ഓലെ തന്നെ വെച്ച് കണ്ട് ചെയ്യുന്നതല്ലേ നല്ലതല്ലേ? ഇൻഷാ അല്ലാ. എന്തായാലും ഹൈറ് പോലെ വരട്ടെ. ഓളെ ഒരു അടിമയെ